ശ്രീ പ്രിന്റു മഹാദേവ്, ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോഴുള്ള കാഴ്ച നമ്മൾ കണ്ടതാണ്. വലിയ തിക്കും തിരക്കും ഉണ്ടാകുന്നു, അത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അതിന്മേലൊക്കെ അന്ന് ചർച്ച ചെയ്തതുമാണ്. എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് ഇത്ര വലിയ പരാജയം വന്നു എന്നുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായ കെ ജയകുമാർ തന്നെ പറയുകയുണ്ടായി, അങ്ങേയറ്റം ഭയാനകമായ ഒരു തിക്കും തിരക്കും തന്നെയാണ് ഉണ്ടായത് എന്നുള്ളത്. മണിക്കൂറുകളാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവിച്ച് ജീവന് പോലും ആപത്താകുന്ന തരത്തിലേക്ക് ഭക്തർ നിന്നത്. അതിനുശേഷം അത് വലിയ രീതിയിലുള്ള മാധ്യമ ശ്രദ്ധ നേടുന്നു, വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു. എന്തുകൊണ്ട് ഇവർക്ക് കൃത്യത പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നതിന് ശേഷം പിന്നീട് ഇപ്പോൾ ആ തിരക്ക് നിയന്ത്രണ വിധേയമായി ക്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം വന്ന ഒരു നിർണായകമായ ഒരു തീരുമാനമായിരുന്നു അന്നദാനവുമായി ബന്ധപ്പെട്ടത്. സദ്യ തന്നെ കൊടുക്കും, കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ചൊവ്വാഴ്ച മുതൽ അത് ആരംഭിക്കും എന്നാണ് കെ ജയകുമാർ വ്യക്തമാക്കിയത്. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഈ അന്നദാനത്തിനുള്ള സ്പോൺസർമാർ അല്ലെങ്കിൽ ഭക്തർ തന്നെയാണ് ഇതിനുള്ള പണം അവിടെ നൽകുന്നത്, അത് ദേവസ്വം ബോർഡിൻ്റെ പണമല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സദ്യയുടെ രീതിയിൽ തന്നെ എങ്ങനെ അദ്ദേഹം അത് വിശദീകരിക്കുന്നു. ഇത്രയും നാളും നൽകിയതുപോലെ പുലാവും സാമ്പാറുമല്ല, അത് വല്ലാത്തൊരു മെനു ആയിപ്പോയി. ഇത്തരത്തിൽ അങ്ങനെയല്ല, നമ്മുടെ കേരളീയ തനത് സദ്യ, പായസവും പപ്പടവും ഒക്കെയുള്ള തനത് സദ്യ തന്നെ നൽകും എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇത്രയും നാൾ ആ പുലാവും സാമ്പാറും കൊടുത്തിരുന്നിടത്താണ് കേരളീയ സദ്യ നൽകുന്നത് എന്നുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ അത് സാധിക്കുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഈ വരുമാനമൊക്കെ ഏതു രീതിയിലാണ് ഓരോരുത്തർ മാറ്റിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഇന്നും അവ്യക്തമായി തുടരുകയാണ്. അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള തിക്കും തിരക്കും വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മാളികപ്പുറങ്ങൾക്കും ആയി പ്രത്യേക ക്യൂ സംവിധാനം വരുത്താം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പലതും പ്രാവർത്തികമാക്കാമായിരുന്നു വളരെ നേരത്തെ തന്നെ. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ കൈയിട്ടുവാരലും കൊള്ളയും മാത്രമായി നടത്തിക്കൊണ്ടു പോകുകയും വരുന്ന ഭക്തർ തിക്കിലും തിരക്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ, ഒന്ന് വിരിവെക്കാൻ പോലും സ്ഥലമില്ലാതെ, സൗകര്യമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതെല്ലാം ഇങ്ങനെ നോക്കി നിന്നുകൊണ്ട് ഇപ്പോൾ മുഖം രക്ഷിക്കാനുള്ള ഒരു തത്രപ്പാടുമായി ഒന്നോ രണ്ടോ ചില മാറ്റങ്ങൾ ഞങ്ങളിതാ നടപ്പിൽ വരുത്തുന്നു, അതുകൊണ്ട് ഞങ്ങളൊക്കെ വലിയ കേമന്മാരായിരുന്നു, ഇത്രയും നാളും സ്വർണ്ണക്കൊള്ള നടത്തിയതൊക്കെ ഏതോ ചില പഴയ ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾക്ക് ഇതിൽ പങ്കൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ തത്രപ്പാട് തന്നെയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഒന്നാമത്തെ കാര്യം, ഈ ശബരിമലയിൽ പോകുന്ന ഭക്തരൊന്നും തന്നെ ഇപ്പം അവിടുത്തെ സദ്യ കഴിക്കാനൊന്നുമല്ല പോകുന്നത്. ഇപ്പം ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്, സദ്യ കൊടുക്കുമെന്ന്. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ ശബരിമലയുടെ കാര്യത്തിനകത്ത് അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസ സംരക്ഷണമായിക്കോട്ടെ, അതെ തീർച്ചയായും വിശ്വാസികളുടെ കാര്യമായിക്കോട്ടെ, വിശ്വാസ സംരക്ഷണമായിക്കോട്ടെ, അവിടുത്തെ പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങളായിട്ട് ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ജാഗ്രത സർക്കാർ കാണിക്കുന്നില്ല. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത്തരത്തിലുള്ള നിരവധി, ഇപ്പോൾ നമ്മൾ ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം അവിടെ ക്യൂവിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി മരണപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സന്നിധാനത്ത് അയ്യപ്പ ഭക്തർ വരെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഇതൊന്നും അറിയാത്ത സർക്കാരൊന്നുമല്ല. നോക്കൂ, കൃത്യമായിട്ട് അവിടുത്തെ പോലീസ് സംവിധാനത്തിനും ഇൻ്റലിജൻസ് സംവിധാനത്തിനും അവിടുത്തെ ഈ ക്രമസമാധാന പാലനവും അവിടുത്തെ അയ്യപ്പ ഭക്തരോടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അറിയാലോ. നമ്മൾക്കറിയാലോ, പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് ഭക്തരുടെ പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എത്രത്തോളം ഭക്തർ സന്നിധാനത്തുണ്ടാകുമെന്നും എത്രത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നും എത്രത്തോളം ആളുകൾക്ക് ദർശനം കിട്ടുമെന്ന് കൃത്യമായിട്ടൊരു അറിവ് അവിടെ ഒരു സാധാരണ ഒരാൾക്ക് കിട്ടും. ഇതൊന്നും മാനദണ്ഡങ്ങളൊന്നും മനസ്സിലാക്കാതെ അവിടെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ ശബരിമല എന്ന് പറയുന്ന സംവിധാനത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ, അത് നമ്മുടെ യുവതി പ്രവേശനമായിക്കോട്ടെ, ഇനി അതിനു മുമ്പത്തെ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ശബരിമലയോടുള്ള നിലപാടുകളായിട്ട് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്, ശബരിമലയെ ഏത് വിധേനയും തകർക്കണം, അവിടേക്ക് വിശ്വാസി സമൂഹത്തിൻ്റെ ഒഴുക്കിനെ തടയണം, ഏതൊക്കെ രീതിയിലാണോ അവിടുത്തെ ഭക്തരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുക അത്തരത്തിലൊക്കെ ബുദ്ധിമുട്ടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതിപ്പോൾ നമ്മൾ വിചാരിക്കും ഈ സർക്കാർ സംവിധാനം, അപ്പം നമ്മുടെ ഒരു പ്രതീക്ഷ, ഭക്തരുടെ പ്രതീക്ഷ സർക്കാർ സംവിധാനം വളരെ പക്കയാണല്ലോ, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം സിസ്റ്റമാറ്റിക്കൽ നടക്കുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവിടേക്ക് പാവപ്പെട്ട ഭക്തന്മാർ പോകുന്നത്. പക്ഷേ ഭക്തന്മാരെ മാക്സിമം ബുദ്ധിമുട്ടിച്ച് ഇനി ഒരിക്കൽ പോലും അവൻ ശബരിമല സന്നിധാനത്തേക്ക് വരരുത് എന്ന് പോരുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ പോകുന്ന ഭക്തർ
നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മനസ്സിലാക്കുക, നിങ്ങളുടെ CPM-ന്റെ സമ്മേളനത്തിൽ ബിരിയാണി കഴിക്കാൻ വരുന്നത് പോലെ സദ്യ കഴിക്കാനല്ല ശബരിമലയിലേക്ക് പോകുന്നത്. അവിടുത്തെ സന്നിധാനത്ത് പോയി അയ്യപ്പൻ ഒരു നോക്ക് കണ്ട് ആ കൺകുളിർന്ന് അവൻ്റെ ഉള്ളിലെ വിഷമങ്ങളും വേദനകളും പ്രാരാബ്ദങ്ങളും ഒക്കെ അവിടെ ആ ഭാണ്ഡക്കെട്ട് അഴിച്ചു വെച്ച് അയ്യപ്പനെ കണ്ട് ഒന്ന് നിർനിമേഷനായിട്ട് അവൻ ഒന്ന് അവിടെ നിന്ന് മനസ്സ് ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഒന്ന് തിരിച്ചു വരാനാണ്. അവിടെ സദ്യ കഴിക്കാനൊന്നല്ല. അപ്പം നിങ്ങൾ സദ്യ കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുള്ള ശ്രമം നടക്കണ്ട. നേരത്തെ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് പറഞ്ഞു ഇതിനകത്ത് പാർട്ടിക്കൊരു പങ്കില്ലെന്ന്. നിങ്ങൾക്ക് ഈ കേരളത്തിൽ ഈ CPM-കാരുടെ കോർപ്പറേഷൻ, ഇപ്പോൾ കശുവണ്ടി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നോക്കൂ, അത് CPM-ന്റെ കൺട്രോളാണ്. കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായത്. അതിനകത്തും കൃത്യമായിട്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് അഴിമതിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകളായിക്കോട്ടെ കോർപ്പറേഷനുകളായിക്കോട്ടെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം വെക്കുന്നത് ഏതെങ്കിലും ഒരാളെ ഒന്നുമല്ല. കൃത്യമായിട്ടുള്ള ചില ചന്ദ്രശേഖരൻ നേരത്തെ INTC സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹമാണ്. അത് നമ്മളൊക്കെ സർക്കാരുമായിട്ട് ഒരു ബന്ധമില്ല. സർക്കാരുമായി ബന്ധമില്ലെങ്കിലും ചന്ദ്രശേഖരനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പറഞ്ഞോളൂ, ഒരു ഇടപെട്ടേ ഉള്ളൂ. അനുമതി നൽകിയിട്ടില്ല. അതെ, അല്ല ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരൻ നമ്മളെ പാർട്ടിയൊന്നുമല്ലെന്നേ, ഇടതുപക്ഷത്തിന്റെ പാർട്ടിയാണ്. അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു സർക്കാർ. ചന്ദ്രശേഖരൻ INTC-കാരൻ ആയിക്കോട്ടെ, പക്ഷേ അഴിമതിക്ക് കൂട്ടുന്നില്ല. നിങ്ങൾ അങ്ങ് അഴിമതിക്ക് നിങ്ങൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പരസ്പരം വീതം വെക്കുകയാണ്. അപ്പോ കോൺഗ്രസ്സുകാരൻ അഴിമതിക്ക് കൂട്ടു നിൽക്കുമ്പോൾ നിങ്ങൾ സംരക്ഷിക്കണം. ഞാൻ പറയട്ടെ, സംരക്ഷിക്കണം. ബോർഡുകളായിക്കോട്ടെ കോർപ്പറേഷനുകളായിക്കോട്ടെ ഇവിടെയൊക്കെ ഞാൻ പറയട്ടെ, അല്ല ഞാൻ പറയട്ടെ, നിങ്ങളുടെ സർക്കാരല്ലേ ഇപ്പൊ ഭരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അത് പ്രത്യേകമായിട്ട് മാറ്റി നിർത്തപ്പെടുന്ന കോർപ്പറേഷൻ സംവിധാനം ഒന്നുമല്ലല്ലോ. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സമയത്ത് അതിൻ്റെ ഹെഡ് ഓഫ് ദി നിൽക്കുന്ന ആളുകൾ ഇവിടെ അഴിമതി നടക്കുമ്പോൾ നിങ്ങൾ പുച്ഛമടക്കിക്കൊണ്ട് അഴിമതിക്ക് കൂട്ടു നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും കോൺഗ്രസ്സുകാരാണ് കോർപ്പറേഷൻ ബോർഡിൻ്റെ തലപ്പത്ത്. പക്ഷെ അവിടെയൊക്കെ പരസ്പരം ഇങ്ങനെ സർക്കാർ മുതൽ പൊതുജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് രണ്ടു കൂട്ടരും ഒരുപോലെ മത്സരിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ വാസു എന്ന് പറയുന്ന വ്യക്തി CPM-കാരനല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അദ്ദേഹം അവിടെ കുളക്കട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു. അപ്പം നിങ്ങൾ പറയാം അദ്ദേഹം മുൻ ഉദ്യോഗസ്ഥനാണെന്ന് വെച്ചു വയ്ക്കുക. പക്ഷേ ആരാണ് പത്മകുമാർ? പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയിലെ പാർട്ടി എന്ന് പറഞ്ഞ പത്മകുമാറാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴും പാർട്ടിയുടെ ജില്ല, നിങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രാഥമിക നടപടി എടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അദ്ദേഹത്തിനെ അന്വേഷണം കഴിഞ്ഞ് അവസാനിക്കുന്നത് വരെ അദ്ദേഹത്തിന് എന്ത് നടപടിയെടുക്കാൻ നിങ്ങൾ ഭയക്കുന്നത്? അവിടെ ഗോവിന്ദൻ പറയുന്നത് അദ്ദേഹം കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രമേ ഞങ്ങൾ പുറത്താക്കൂ എന്ന്. അപ്പൊ ഗോവിന്ദൻ അറിയാം, പാർട്ടി പറയാതെ, CPM-ന്റെ സംസ്ഥാന നേതൃത്വം അറിയാതെ, ദേവസ്വം മന്ത്രി അറിയാതെ ഈ പറയുന്ന ഒരു പ്രവർത്തിക്ക് ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി നടക്കാൻ പത്മകുമാറിന് എവിടുന്നാണ് ധൈര്യം കിട്ടുക? നിങ്ങൾ ആരെയാണ് നിങ്ങൾ ഈ പറഞ്ഞ് പറ്റിക്കുന്നത്? പത്മകുമാർ ആയിക്കോട്ടെ, വാസു ആയിക്കോട്ടെ, മുഴുവൻ ആളുകൾക്കും കൃത്യമായിട്ട് അവർക്ക് പാർട്ടിയുടെ പിൻബലം ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, 3 ദേവസ്വം ബോർഡിന്റെ ദേവസ്വം മന്ത്രിമാർ അടക്കം ഈ പറയുന്ന കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നുണ്ട്. 2019 ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു കാര്യം, അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് കട്ടിലപാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പുറത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അതിനെ കൃത്യമായിട്ട് ഇതിനകത്ത് മെയിൻ്റെനൻസ് നടത്തണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് പത്മകുമാറാണ്. ആ പത്മകുമാറിന്റെ ആവശ്യത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാർ ആദ്യം എതിർക്കുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് മെമ്പർമാർ എതിർക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ആസൂത്രിതമായിട്ട് അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ട് പോറ്റിക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് പത്മകുമാറല്ലേ? അപ്പൊ പത്മകുമാർ ഇത്തരത്തിലൊരു സുപ്രഭാതത്തിൽ പത്മകുമാർ തോന്നുന്നതല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ഏതൊക്കെ വിധത്തിലാണ് കൊള്ളയടിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. ആ പദ്ധതിക്ക് വേണ്ടിയിട്ട് പല ദേവസ്വങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളെ തിരികെ കയറ്റും. അത് ഗുരുവായൂർ ദേവസ്വം ബോർഡായിക്കോട്ടെ, കൊച്ചിൻ ദേവസ്വം ബോർഡായിക്കോട്ടെ, മലബാർ ദേവസ്വം ബോർഡായിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പാർട്ടിക്ക് പങ്കില്ല, CPM-ന് പങ്കില്ല എന്നൊക്കെ പറയുന്നത് ആരെയാണ് നിങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്? കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം, CPM എന്ന് പറയുന്ന പാർട്ടി സംവിധാനം പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ദേവസ്വം ബോർഡിന്റെ മെമ്പറും പ്രവർത്തിക്കില്ല, ഒരു ദേവസ്വം കമ്മീഷണറും പ്രവർത്തിക്കില്ല, ഒരു ദേവസ്വം മന്ത്രിയും പ്രവർത്തിക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, പരിപാവനമായിട്ടുള്ള ശബരിമലയെ കളങ്കപ്പെടുത്താനും അവിടുത്തെ ദേവന്റെ സ്വത്ത് കൊള്ളയടിക്കാനും വേണ്ടി നിങ്ങൾ ആസൂത്രണം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്, നിങ്ങളുടെ ഓരോ വിക്കറ്റും അയ്യപ്പൻ വീഴ്ത്തിക്കൊണ്ടിരിക്കുക. ഇതിൽ അവസാനത്തെ വിക്കറ്റും വീഴ്ത്തിയിട്ട് അയ്യപ്പൻ 1.5 അടി പൊക്കമുള്ള അയ്യപ്പൻ ഇതൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളെ വിശ്വാസം, ആ പരമചൈതന്യം അവിടെ കുടികൊണ്ടുകൊണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. 1.5 അടി ഉയരമുള്ള അയ്യപ്പൻ സ്വാമി ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അവസാനത്തെ വിക്കറ്റും, അത് ഏത് ദേവസ്വം മന്ത്രി ആയിക്കോട്ടെ, ഇതിൻ്റെ ഈ മുൾമുനം നീണ്ടുന്ന അവസാനത്തെ ആളിലേക്കും എത്തിയിട്ട് ഈ സത്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകതയുണ്ട്. അന്ന് ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരെ ആസൂത്രിതമായിട്ട് കേരളത്തിൻ്റെ തെരുവീതികൾ
ക്ഷേത്രങ്ങളിൽ തല്ലിത്തമയ്ക്കാൻ നിലയ്ക്കലും പമ്പയിലും സന്നിധാനത്തും അടക്കം അയ്യപ്പ ഭക്തരുടെ ചോര വീണിട്ടുണ്ട്, ലാത്തി കൊണ്ടടിച്ചിട്ട്. അതിന് നേതൃത്വം കൊടുത്തത് ഈ വാസുവും ഈ പത്മകുമാറും ഒക്കെ ആയിരുന്നു. അപ്പൊ കാലത്തിന്റെ ഒരു കാവ്യനീതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, അയ്യപ്പന്റെ ഒരു തരി പൊന്ന് കട്ടതോ മോഷ്ടിച്ചതോ ആരായിരുന്നാലും ശരി, അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങളെപ്പോലെയുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ അവസാനിപ്പിക്കുകയുള്ളൂ. ഞങ്ങൾക്ക് ശബരിമല അയ്യപ്പന് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ശബരിമലയെ തകർക്കാനുള്ള ശ്രമം. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്പിരിച്വൽ മൂവ്മെന്റ്, കേരളത്തിലെ പിന്നോക്ക ഹിന്ദു സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭക്തിയുടെ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തെ നിങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സുപ്രീം കോടതി വിധിയുടെ പേരിൽ അയ്യപ്പനെ തകർക്കാൻ നോക്കി. ഇപ്പോൾ അവിടുത്തെ വിഗ്രഹവും അവിടുത്തെ ഈ ദ്വാരപാലക ശില്പങ്ങളും ഇപ്പോൾ വ്യക്തമാകുകയല്ലേ അന്നത്തെ ആ ആചാര ലംഘനം എന്തിനായിരുന്നു എന്നുള്ളത്. അതിന്റെ മറവിൽ വലിയ രീതിയിൽ കലാപ കലുഷിതം ആക്കിയത് സമയത്താണ് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്നുള്ളതാണ്. വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തന്നെ ഈ കേസിന്റെ തുടക്കവും ഉണ്ടാകുന്നു എന്നുള്ളത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കാലത്തിന്റെ കാവ്യനീതി എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു.